അസ്സലാമു എവരിവൺ, ഇറ്റ്സ് April 6, 2025. എൻ്റെ ഉപ്പൻ്റെ ഉമ്മനി 25th വെഡിങ് ആനിവേഴ്സറി ആണ്. ഇന്ന് നമ്മൾ ഔട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയാണ്. ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, വീഡിയോ തന്നെ ആവശ്യത്തിലേക്ക് എൻ്റർടൈനിങ് ആണ്. ചോറ് ഇഷ്ടം, സാധാ ചോറ്, ഇങ്ങനെ സാമ്പാറും ചോറും. രാത്രി നമുക്ക് ചിക്കൻ ആക്കാം, സൂപ്പൊക്കെ. നമുക്ക് നല്ല സദ്യ, ഇലയിൽ ഇങ്ങനെ നല്ല സദ്യ, മോരും സദ്യ. നീ പറഞ്ഞത് മന്തി, ഞാൻ മന്തി പറഞ്ഞു. എന്താ ചോദിച്ചാ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ബിരിയാണി മന്തി. അപ്പൊ തയ്യേ ബിരിയാണി മന്തി തിന്നാലോ. ബിരിയാണി തിന്നണല്ലോ വീട്ടിൽ തന്നെ. അപ്പൊ മന്തി വേണോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മന്തി മതി. മന്തി വേണോ ചോറ് വേണോ എന്നുള്ള യുദ്ധത്തിന് അവസാനം മന്തി തന്നെ ജയിച്ചു. നമ്മൾ മെഹ്റം മന്തിയിൽ യമ്മി മന്തി കഴിക്കാൻ വേണ്ടി വന്നതാണ്. ചിക്കൻ മസ്ബി വേണോ, ചിക്കൻ മന്തി വേണോ? അനുകരിക്കുക. എനിക്ക് ലെഗ് മതി. ഉമ്മ ഇപ്പം ചെസ്റ്റ് എടുത്തോ. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോയത് ഗോകുലം മോളിലേക്കാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സൺഡേ ആയിട്ട് തോന്നിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നേരെ മോളിലേക്ക് കയറി. ആക്ച്വലി നെച്ചിനൊരു ടാബ് നോക്കാണ്ടായിരുന്നു. സോ ഗോകുലം ജി സ്റ്റോറിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ജസ്റ്റ് ചെക്ക് ചെയ്ത് പിന്നെ നമ്മളവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. ഇനിയാണ് നമുക്ക് സർപ്രൈസ് ഉള്ളത്. ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ട്. ഞാനത് ഉപ്പനോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം. ഗോകുലം മോളിൽ നിന്ന് തിരിച്ചിറങ്ങി കാറെടുത്ത് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വട്ടക്കിണർ വരെ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വളച്ചൊടിച്ച ഒരു വിധത്തിലാണ് ഞാൻ അവരവിടെ എത്തിച്ചത്. ഇതാണ് വട്ടക്കിണറുള്ള കേക്ക് ബോക്സ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇവരെ ഞാൻ പുറത്തിരുത്തിയിട്ടാണ് ഞാൻ ഉള്ളിൽ സർപ്രൈസ് സെറ്റ് ചെയ്യുന്നത്. കാരണം അത്രയും ടൈം കൺസ്ട്രെയിൻ ചെയ്യുന്നു. സൺഡേ ആണ്, എനിക്ക് വേറെ ആരും കിട്ടിയില്ല സെറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാനും അവിടെ ഉള്ളൊരു സ്റ്റാഫും കൂടി ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി എടുത്ത് നെച്ചുമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിതൊന്നും മിണ്ടുന്നൊന്നുമില്ല. ലൈക്ക് ഇവളെ വ്ളോഗിന് അത്യാവശ്യം ഓക്കെ ആണ്. നിങ്ങളിങ്ങനെ നോർമൽ സൗണ്ട്സിൽ കണ്ടോളി. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനോട് ഞാൻ പറഞ്ഞു നീ ഈ വ്ളോഗൊന്നും എടുത്തോണ്ടിട്ടോ, എനിക്ക് ക്യാമറ എടുക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോഴത്തേക്കും 30 കഫേൻ്റെ ഒരു ഫുൾ ടൂർ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. ഇനിയാണ് മെയിൻ ഹൈലൈറ്റ്, നമ്മളെ കേക്ക്. നമ്മൾ രാവിലെ 10 മണിക്ക് വിളിച്ചിട്ടാണ് ബുക്ക് ചെയ്തത്. എന്നിട്ട് അവർ നല്ല ഭംഗിയിൽ കസ്റ്റമൈസേഷൻ ഞാൻ കൊടുത്ത പിൻട്രസ്റ്റ് ഇമേജ് പോലെ തന്നെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ലോട്ടസ് ബിസ്കോഫിൻ്റെ 1 kg കേക്കാണ് ചെയ്തത്. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അവിടെ പോയി ട്രൈ ചെയ്യണം, എന്തായാലും ട്രൈ ചെയ്യണം. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ചെയ്യുന്ന കേക്ക്, ഭയങ്കര അഫോർഡബിളുമാണ്. Happy anniversary. ചോദിക്കുന്നാല് ആ മെഴുകുതിരി പോയി.
എപ്പോഴും ഞങ്ങൾ ആഘോഷിക്കുന്നില്ലല്ലേ ഞാൻ മുന്നിൽ വന്നു ക്യാമറന്റെ ഒരു ഇതുണ്ടാവോ പ്ലേറ്റ് കൂടെ തിന്നണം പ്ലേറ്റ് നമ്മൾ നിന്നൊരു ഫോട്ടോ കൂടി എടുക്കണം. പിന്നെ ഒരു ഹാഫ് ആൻ അവർ നമ്മൾ അവിടെ ഇരുന്ന കേക്കൊക്കെ തിന്ന് ഓരോ കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് തന്നെ നെച്ചു കുറേ സെൽഫിയും വ്ളോഗൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. ആന്നെ എടുക്കണേ എന്റെ വള്ളാറ് ഇല്ലമ്മ. കുട്ടി ബ്ലോഗർ സ്വയം ഫോട്ടോ എടുക്കുന്നത് എനിക്ക് ആരും ആവശ്യമില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. പിന്നെ പോണ വഴിക്ക് ഇപ്പം എന്തോ വാങ്ങാണ്ടേനും പറഞ്ഞാൽ അങ്ങനെ ഷൂസോ എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് റിലയൻസിൽ കയറി അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഓൾമോസ്റ്റ് ഒരു 5 o'clock 6 o'clock ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തിക്കണം. പിന്നെ ഇനിയിപ്പോൾ രാത്രി ഡിന്നർ പ്ലാൻസും കൂടി ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് രാത്രി പിന്നെയും പുറത്തേക്ക് ഇറങ്ങി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ആൻഡ് നമ്മൾ ഇരിങ്ങാടമ്പള്ളി വഴിയാണ് പോയത്. അപ്പോൾ എല്ലാം തിരിച്ച് എല്ലാം റീസ്റ്റോർ ആയി വന്നിട്ടുണ്ട്. സോ ഹാപ്പി ടു സീ ദാറ്റ്. നമ്മൾ നേരെ ടോപ്പ് ഫോമിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. ഫുഡിൻ്റെ നിങ്ങൾ അങ്ങനെ കണ്ടുപോയി. അങ്ങനെ 25th ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് അൽഹംദുലില്ലാ. ആൻഡ് വി ജസ്റ്റ് റീച്ച് ബാക്ക് ഹോം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡേ. നല്ല രസമുള്ള ദിവസമായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗ് ചെയ്തിരിക്കുന്നത്, കുറേ ഒന്നും വ്ളോഗ് ചെയ്തിട്ടില്ല. I hope you guys had fun watching this video. For more fun and active content, stay tuned to Livizzy. Bye bye.